ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ട് തരം 1 റേഞ്ചിൻ്റെ തന്നെ രണ്ട് തരം വാൽവുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒന്ന് പേസ്റ്റിങ്, അതായത് പേസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് പൈപ്പ് ഡയറക്റ്റായിട്ട് ഒട്ടിക്കാവുന്ന രീതിയിലുള്ള ഡയറക്റ്റ് വാൽവും, അതുപോലെ തന്നെ ഇത് രണ്ടും 1 റേഞ്ചാണ് വരുന്നത്. ഇത് നമ്മൾ യൂണിയനാണ് വരുന്നത്. യൂണിയനിൽ തന്നെ ത്രെഡഡ് ആണ് വരുന്നത്. അതായത് യൂണിയൻ വരുന്നുണ്ട്, വാൽവിനോട് കൂടി യൂണിയൻ വന്നിട്ട് ത്രെഡഡ് ആണ് വരുന്നത്. അതായത് ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും, കണ്ട ത്രെഡ് പൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എഫ് ടി ഇട്ടിട്ട് അല്ലെങ്കിൽ എം ടി ഇട്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് വരുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പൈപ്പ് ഒട്ടിക്കാവുന്ന വാൽവും വരുന്നുണ്ട്. ഇത് രണ്ടും രണ്ട് ടൈപ്പിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ പ്രഷർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതായത് ഹൈ പ്രഷർ ലെവലിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ യൂണിയൻ ടൈപ്പ് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ ഈ തള്ളി പോകാനുള്ള ചാൻസസ് ഒരു നിസ്സാര ശതമാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഹൈ പ്രഷർ വരുന്ന ഏരിയകളിൽ നമുക്ക് വേണമെങ്കിൽ യൂണിയൻ ടൈപ്പ് ഉപയോഗിക്കാം. ഇനി അല്ലാത്ത ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ പേസ്റ്റിംഗ് ടൈപ്പാണ് നമ്മൾ ഈ കാണുന്നത്. 1 റേഞ്ച് നേരെ വരുന്നു. 1 റേഞ്ച് എന്ന് പറയുന്നത് പൈപ്പ് നേരിട്ടാണ് വരുന്നത്. അതിൽ ഇതിൻ്റെ MRP കാര്യങ്ങളൊന്നും കൊടുക്കുക. 1 റേഞ്ച് എന്ന് പറയുമ്പോൾ 50 mm ആണ് പറയുന്നത്. 395 ഈ വാൽവിൻ്റെ റേറ്റ് വരുന്നത്. അതതിൻ്റെ ലിവർ ടൈപ്പാണ് വരുന്നത്. അതതിൻ്റെ ബോളാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് ബോൾ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വാൽവ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് 2 സാഡിലുകൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്നത് വളരെ മസ്റ്റായിട്ടും കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാൽവ് നമ്മളിപ്പോഴും ഓൺ ഓഫ് ചെയ്യുന്നതുകൊണ്ട് അവിടെ പ്രഷർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇളകി പോകാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് 2 സാഡിലെങ്കിലും മിനിമം കൊടുക്കുന്നത് ടൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഇത് ഒരു വാൽവിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു വാൽവ് നമ്മൾ നോക്കുക. ഇതിങ്ങനെ ഓൾറെഡി വട്ടം കിടക്കുകയാണെങ്കിൽ, കണ്ടോ, ആ വാൽവ് നമ്മുടെ ലിവർ വട്ടം കിടക്കുകയാണെങ്കിൽ ക്ലോസ്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വട്ടം കിടക്കുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്തിരുന്ന അവസ്ഥയിലാണ് വന്നത്. കണ്ടോ, അതിൻ്റെ ഉള്ളിലെ ബോൾ കണ്ടോ ഫുൾ അടഞ്ഞ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാൽവ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് എങ്ങോട്ടാണോ വെള്ളത്തിൻ്റെ ഫ്ലോ പോകുന്നത് ആ ലെവലിലേക്ക് ഇരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ആ ലിവർ പതുക്കെ ഒന്ന് വലിച്ചു കഴിയുമ്പോൾ ആ ബോൾ ബോൾ പതുക്കെ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. ആ ബോൾ വന്നതിന് ശേഷം നമുക്ക് ആ ലെവൽ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ വേണമെങ്കിൽ കൂടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ലിവർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ വെള്ളം വേണമെങ്കിൽ ഫുള്ള് തുറക്കുക. ഇനി കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് തുറന്നു കഴിഞ്ഞാൽ ആ ബോൾ വരുന്നതിനനുസരിച്ചിട്ടുള്ള ഹോള് പുറത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ടുള്ള വെള്ളമായിരിക്കും പുറത്തേക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ 2 സൈഡിലെങ്കിലും മിനിമം ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വാൽവ് വയ്ക്കുന്ന ഏരിയകളിൽ പ്രഷർ നമ്മൾ പിടിക്കുന്ന സമയത്ത് പ്രഷർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 2 സൈഡിലെങ്കിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ കാണുന്ന വാൽവ് കണ്ടോ, ഈ വാൽവ് കംപ്ലൈൻ്റ് ആയാൽ കൂടി നമുക്കത് ഫ്രണ്ട് ഏരിയ മാറ്റി പുതിയ വാൽവിനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കാൻ സാധിക്കും. ആ വാൽവ് നമുക്ക് പതുക്കെ ഒന്ന് പൊക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ ആ വാൽവ്, അതിൻ്റെ ലിവർ, അതായത് ഈ മഞ്ഞ ലിവർ മാത്രം വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ 2 തരം വാൽവാണ് കണ്ടത്. ഒന്ന് യൂണിയൻ ടൈപ്പ് കണ്ടു, പിന്നെ ബോൾ ടൈപ്പ് കണ്ടു. ബോൾ ടൈപ്പാണ് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ബോൾ വാൽവിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.